നമസ്കാരം. മുഖ്യധാര മാധ്യമങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചില പത്രമാധ്യമങ്ങളെക്കുറിച്ചാണ്. മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുകയും നിഷ്പക്ഷതയിൽ ഊന്നിയുള്ള നിലപാടുകൾ സമൂഹത്തിന് വേണ്ടി എടുക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് വലിയ വായിൽ അവകാശപ്പെടുന്ന ചില മാധ്യമങ്ങൾ. അവരുടെ നിലപാടുകൾ ഒട്ടും നിഷ്പക്ഷമല്ല എന്നും മാനേജ്മെൻറ്റിൻ്റെയും പത്രാധിപരുടെയും രാഷ്ട്രീയ ഇംഗിതത്തിനനുസരിച്ച് വാർത്തകൾ വളച്ചൊടിക്കുകയും തിരിച്ചൊടിക്കുകയും പൂർണ്ണമായും അസത്യമായ വാർത്തകൾ പോലും പലപ്പോഴും കൊടുക്കുകയും ചെയ്യും എന്നുള്ളത് ഇന്ന് വായനക്കാർക്കും അല്ലെങ്കിൽ പ്രേക്ഷകർക്കും ഒക്കെ കൃത്യമായി ബോധ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് ഈ വിഷയം നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. കാരണം കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനെതിരെ, മോദി സർക്കാരിനെതിരെയുള്ള വിരോധം അത് ഒരു പരിധി കടന്ന്, അത് തീർച്ചയായിട്ടും ആ വിരോധം വളരെ കൃത്യമായി ഈ മലയാളത്തിലെ ചില മുഖ്യധാരാ മുത്തശ്ശി പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംശയമുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ വലിയ തോതിലുള്ള വാക്തർക്കങ്ങളും വലിയ ഉജ്ജ്വലമായ പ്രസംഗങ്ങളും ഒക്കെ ഉണ്ടായ ദിവസങ്ങളാണ് കടന്നുപോയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം മാത്രമല്ല, പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ട് പാർലമെൻറ്റിൽ പ്രസംഗിച്ചു. വയനാട് MP ആയ ശേഷം രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു. മറുവശത്ത് നിന്ന് BJPയുടെ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പ്രസംഗങ്ങളുണ്ടായിരുന്നു. കുറച്ചുകൂടി ചെറുപ്പക്കാരായ തേജസ്വി സൂര്യയെ പോലെയുള്ള ആളുടെ കൃത്യമായ വളരെ ഉജ്ജ്വലമായ പ്രസംഗം ഉണ്ടായിരുന്നു. ഇനിയും BJPയെ മാറ്റിവെച്ചാൽ പോലും BJP അല്ല, LJP, രാംവിലാസ് പാസ്വാൻ്റെ LJPയുടെ സാംഭവി സിംഗ് എന്ന് പറയുന്ന യുവ MP-യുടെ പ്രസംഗം അത്യുജ്വലമായിരുന്നു. വളരെ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഭരണഘടനയും പിടിച്ച് നടത്തിയ അവകാശവാദങ്ങൾക്ക് കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് സാംഭവിയും അതേപോലെ തേജസ്വി സൂര്യ പോലെയുള്ള യുവ MP-മാർ നൽകിയത്. അക്കാര്യം അല്ല സത്യത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പക്ഷേ അക്കാര്യം ഒന്ന് പറഞ്ഞു പോകേണ്ട അത്യാവശ്യമാണ്. കാരണം ഭരണഘടന കൈ പിടിച്ചുകൊണ്ട് ഭരണഘടന ആണ് ഞങ്ങളുടെ അടിസ്ഥാനമെന്ന് പറയുന്ന ഇവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞത്. വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു. ഈ ഭരണഘടനയെക്കുറിച്ച് തന്നെ ഭരണഘടന വളരെ സേക്രഡാണ്, അത് തിരുത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നവർ എത്ര തിരുത്തുകൾ, ഈ ഭരണഘടനാ ഭേദഗതികൾ ഇതിൽ നടത്തി, അതിലെത്ര എണ്ണം രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്ന് ഇന്നലെ കൃത്യമായി പാർലമെൻറ്റിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ എത്ര ഭരണഘടനാ ഭേദഗതികൾ ഈ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്? ടോട്ടൽ ഇതുവരെ ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടായിട്ടുള്ളത്, പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളത് 106 എണ്ണമാണെങ്കിൽ അതിൽ 80 എണ്ണവും കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് സംഭവിച്ചതാണ്. ബാക്കി 22 എണ്ണമാണ് BJPയുടെ കാലത്ത് സംഭവിച്ചത്. അതിൽ വെറും 8 ഭരണഘടനാ ഭേദഗതികൾ മാത്രമാണ് മോദി സർക്കാർ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്തത്. ഈ 8 ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ചരിത്രപരമായ ഒരു തീരുമാനമായിരുന്നു GSTയുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തേത് വനിതാ ബില്ലായിരുന്നു, അതും വളരെ ചരിത്രപരമായ ഒരു തീരുമാനമായിരുന്നു. മൂന്നാമത്തേത് സംസ്ഥാനങ്ങൾക്ക് OBC ലിസ്റ്റിലുള്ള സമുദായങ്ങളെ നിശ്ചയിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം കൊടുക്കുന്ന വളരെ ചരിത്രപരമായ ഒരു മൂന്നാമത്തെ തീരുമാനമായിരുന്നു. അതായത് അത് ഫെഡറലിസത്തിൻ്റെ ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണ്. സംസ്ഥാനങ്ങൾക്ക് OBC പട്ടികയിൽ ആരെയൊക്കെ പെടുത്താമെന്ന് നിശ്ചയിക്കാം. പിന്നെ ജഡ്ജിമാരുടെ നിയമനം സംഭവിച്ച് ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട്, സാമ്പത്തിക സംവരണവുമായി ബന്ധപ്പെട്ട്, ഇതിനൊക്കെ അപ്പുറം ബാക്ക്വേർഡ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള NCBC എന്ന സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകുന്നതായിരുന്നു. ഇതിൽ എത്ര എണ്ണമാണ് രാഷ്ട്രീയ പ്രേരിതമെന്ന് എതിരാളികൾ പറഞ്ഞു തരേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാരിനെയാണ് ഭരണഘടന പാലിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭരണഘടന പോക്കറ്റിൽ വെച്ച് അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയ, രാജ്യമെമ്പാടും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിയ, ഡൽഹിയിലെ 1984 വലിയ ന്യൂനപക്ഷ വേട്ട നടത്തിയ, സിഖ് ന്യൂനപക്ഷ വേട്ട നടത്തിയ ഒരു പ്രസ്ഥാനമാണ് ഇതെല്ലാം പറയുന്നതെന്നാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള BJPയുടെ നേതാക്കന്മാരും ഭരണപക്ഷ നേതാക്കന്മാരും പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചത്. മറുവശത്താകട്ടെ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രസംഗങ്ങൾ അല്പം ട്രോളായിട്ട് തന്നെ ചില മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾ കണ്ടു. ഹിമാചൽ പ്രദേശ് BJPയാണ് ഭരിക്കുന്നതെന്നുള്ള ധാരണയിൽ പ്രിയങ്ക നടത്തിയ ചില പരാമർശങ്ങൾ, ഏകലവ്യൻ്റെ വിരൽ മുറിച്ചത് ദ്രോണാചാര്യരാണ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം, ഇതെല്ലാം വലിയ തോതിൽ വിമർശനങ്ങൾക്കും കളിയാക്കലുകൾക്കും വിധേയമായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെയും ഒക്കെ മനോരമ പോലെയുള്ള പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ആഞ്ഞടിച്ചു, പ്രിയങ്ക വാരി അലക്കി, ഈ രീതിയിലുള്ള
പ്രസ്താവനകളും അല്ലെങ്കിൽ തലക്കെട്ടുകളുമാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മനോരമയാകട്ടെ പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശം എന്നുള്ളത് തന്നെ ഏതാണ്ട് 2 ദശാബ്ദ കാലമായി കാത്തിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ അതൊക്കെ ചെയ്യും, അതിൽ യാതൊരു അത്ഭുതവുമില്ല. പക്ഷേ ഈ മോദി വിരോധം, ഈ BJP വിരോധം, ചില തെറ്റായ വാർത്തകൾ, പൂർണ്ണമായും അസത്യമായ വാർത്തകൾ, ചിലപ്പോഴൊക്കെ രാജ്യവിരുദ്ധമായ രീതിയിലുള്ള ചില കാര്യങ്ങൾ, ഇതിലേക്കൊക്കെ എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ഞാൻ അതാണ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മനോരമയുടെ ഈ ഹെഡ്ലൈൻ ഒന്ന് നോക്കുക. കാശെടുക്ക് എന്നാണ് പറയുന്നത്. എന്താണ് കാശെടുക്കാൻ പറയുന്നത്? ആരാണ് കാശെടുക്കാൻ പറയുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള, പ്രതിരോധ വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വ്യോമസേനയാണ് കാശെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് പറയുന്നത്. ആ തലക്കെട്ടിൽ തന്നെ ഒരു മര്യാദകേടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കേന്ദ്രസേന ആവശ്യപ്പെട്ടോ സംസ്ഥാനത്തോട്? എന്താണ് ഇതിൻ്റെ വസ്തുത? ഇതിൻ്റെ വസ്തുത വളരെ കൃത്യമാണ്. കേന്ദ്രസേന, പ്രത്യേകിച്ച് വ്യോമസേന, നമ്മളുടെ കരസേന അങ്ങനെ അയക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യോമസേന അവർ എയർലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട്, ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട്, അതേപോലെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അവരുടെ ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും അവരുടെ മാൻ പവറും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഒരു കണക്ക് അവർ ഇടാറുണ്ട്. അത് വ്യോമസേനയും ചെയ്യാറുണ്ട്, നാവികസേനയും ചെയ്യാറുണ്ട്. ഒരു സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ഈ ഒരു ആവശ്യം ഉന്നയിച്ച് കത്തെഴുതി കഴിഞ്ഞാൽ അവരത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇത് ഫ്രീ സർവീസ് അല്ല. എന്തുകൊണ്ടാണ് ഇത് ഫ്രീ സർവീസ് അല്ലാത്തത്? കാരണം കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിരോധ സേനകളുടെ അവർക്കിതൊരു വലിയ ചെലവാണ്. വിമാനങ്ങൾ വിട്ടുകൊടുക്കുക, വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ വിട്ടുകൊടുക്കുക, നാവികസേനയുടെ ഹെലികോപ്റ്റർ വിട്ടുകൊടുക്കുക, അതിനനുസരിച്ചുള്ള മാൻ പവർ, സൈനികരെ വിട്ടുകൊടുക്കുക, ഇതൊക്കെ കാശ് ചിലവുള്ള കാര്യങ്ങളാണ്. ഈ കാശ് അല്ലെങ്കിൽ ഈ പണം എന്ന് പറയുന്നത് ഡിഫൻസിനുള്ള പണമാണ്, പ്രതിരോധത്തിനുള്ള പണമാണ്, രാജ്യത്തെ പ്രതിരോധ വകുപ്പിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള പണമാണ്, അല്ലാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള പണമല്ല. അതിനുവേണ്ടിയല്ല കേന്ദ്ര സർക്കാർ ഡിഫൻസ് ബജറ്റിൽ ഇവർക്കുള്ള ഈ പണം വെക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഈ പണം മാർക്ക് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഉള്ള അത്യാവശ്യങ്ങൾക്ക് അത് ചീഫ് സെക്രട്ടറി കത്തെഴുതുകയും ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യമാണ്. കാരണം ജനങ്ങളുടെ ജീവനും സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവരത് ചെയ്യുമ്പോൾ അവർക്കത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് ഡിഫൻസ് ബജറ്റ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഡിഫൻസ് ബജറ്റ് പൂർണ്ണമായിട്ട് താളം തെറ്റും. എന്ന് മാത്രമല്ല, ഇവർക്കിതിന് ഈ കണക്കുകളൊക്കെ കൃത്യമായി മുകളിലേക്ക് ബോധിപ്പിക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ കൃത്യമായിട്ട് ഈ കണക്കുകൾ കൊടുക്കേണ്ടത്, എയർഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ എയർഫോഴ്സിന് കൊടുക്കേണ്ടത് എയർഫോഴ്സ് ഡിഫൻസ് അക്കൗണ്ട്സ് കൺട്രോളർക്കാണ്. അതിന് മുകളിൽ പ്രിൻസിപ്പൽ കൺട്രോളറുണ്ട്, കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് ഉണ്ട്. ഇങ്ങനെ പല ലെയറുകളിൽ ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അവിടുന്നൊക്കെ ചോദ്യങ്ങൾ വരും. ഇത് കൂടാതെ ആഭ്യന്തര ഓഡിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പോൾ കേരള സർക്കാരിന് ദുരിതാശ്വാസത്തിന് വിമാനം കൊടുത്തു, അതിൻ്റെ ചിലവാണ് എന്ന് പറഞ്ഞ് ഇത് എഴുതി തള്ളാൻ പറ്റില്ല. പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക? ചെയ്യുന്നത് ഉടനെ ഇവിടെ കേരളത്തിൽ നിന്ന് നമ്മളുടെ ധനമന്ത്രി ബാലഗോപാലും ഒക്കെ ഈ പണവുമായിട്ട് ഡൽഹി ചെന്ന് പണം കൊടുക്കാനല്ല അവരാവശ്യപ്പെടുന്നത്. ഇതൊരു കണക്ക് പറച്ചിലാണ്. കണക്ക് കൃത്യമായി സംസ്ഥാനത്തെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് ഇത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ക്രമീകരണത്തിലൂടെ ഈ കണക്കുകൾ ബാലൻസ് ചെയ്യപ്പെടുകയാണ്. ഒരു പക്ഷേ അതൊരു വൺ ടൈം ഗ്രാൻഡായിട്ട് സംസ്ഥാനത്തിന് കൊടുത്തു എന്ന് വരാം. അതല്ലെങ്കിൽ പിന്നീടുള്ള പദ്ധതി ചെലവ് കേന്ദ്രത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് ഇത് അഡ്ജസ്റ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണല്ലോ ഒരു വീട്ടിലെ ചെലവ് പോലും നമ്മൾ അങ്ങനെയൊക്കെയാണ് നടത്തുന്നത്. ഒരു കാര്യത്തിന് എടുത്ത് വകമാറ്റി ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും മറ്റൊരു തരത്തിൽ അത് ക്രമീകരിക്കപ്പെടേണ്ട, അഡ്ജസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതല്ലെങ്കിൽ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങൾക്കും പാളം തെറ്റും, കണക്ക് തെറ്റും, ക്രമം തെറ്റും. അപ്പോൾ ഇത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു കൃത്യമായ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്തുണ്ട്. ഓരോ സേനയും ചെലവഴിക്കേണ്ട പണം, ആ പണം എത്രയാണ് എന്ന് ഡിഫൻസ് അക്കൗണ്ട് ബജറ്റിൽ ഉൾപ്പെടുത്തുക, ആ പണം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നറിയാനുള്ള കൃത്യമായ സംവിധാനം, ഇങ്ങനെയൊക്കെയാണ് രാജ്യത്ത് ചെലവഴിക്കുന്നത് അല്ലെങ്കിൽ രാജ്യത്ത് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ സംസ്ഥാനത്ത് വകമാറ്റി ചിലവഴിക്കുന്നതിൽ മാത്രം റിസർച്ച് നടത്തുന്ന ഒരു സംവിധാനമുള്ളപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇതൊന്നും ദഹിക്കത്തില്ലായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും സംസ്ഥാനത്ത് നിന്ന് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നൊക്കെ അതിന് വലിയ എതിർപ്പുണ്ടാകും. പക്ഷേ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യേണ്ട മാധ്യമങ്ങൾ എന്തുകൊണ്ട്
എന്തുകൊണ്ടാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്? കാശെടുക്കുക എന്നൊരു വലിയ വെണ്ടയ്ക്ക നിരത്തി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രേഡ് യൂണിയൻ തൊഴിലാളി CATUക്കാരൊക്കെ ഈ നോക്കുകൂലി ആവശ്യപ്പെടുന്നത് പോലെ ആവശ്യപ്പെടുകയാണോ ഇത്? അങ്ങനെ ഒരു ടോണല്ലേ ഈ ഒരു ഹെഡിങ്ങിൽ കൊടുക്കുന്നത്? ഇത് ഭൂഷണമാണോ മലയാള മനോരമ പോലെയുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിന്? ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. മനോരമയിൽ തന്നെ തിരുവനന്തപുരം എഡിഷനിൽ വന്ന ഒരു ഫുൾ പേജ് പരസ്യത്തെക്കുറിച്ചാണ്. സാന്റാ മോണിക്ക എന്ന് പറയുന്ന ഒരു ട്രാവൽ ഏജൻസി കൊടുത്ത പരസ്യമാണ്. ആ പരസ്യത്തിൽ ഭാരതത്തിനോടൊപ്പമല്ല കാശ്മീരിനെ കാണിച്ചിരിക്കുന്നത്, കാശ്മീരിനെ സെപ്പറേറ്റ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഞാനത് തെളിവ് സഹിതം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പല ആൾക്കാരും അത് പിന്നീട്, പല മാധ്യമങ്ങളും അത് പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നതും കണ്ടു. ആരൊക്കെയോ പരാതി കൊടുത്തു എന്നും ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാതെ സംഭവിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇതൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കേന്ദ്രസേന എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷിതത്വം അതിർത്തികളിലും ആകാശങ്ങളിലും കടലിലും ഒക്കെ ഉറപ്പുവരുത്തേണ്ട സേനയാണ്. അവർ നമ്മുടെ നാട്ടിൽ വന്ന് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അതിനെ നന്ദിയോടെ, സ്നേഹത്തോടെയാണ് അതിനെ കാണേണ്ടത്. അതിൻ്റെ കണക്ക് കൃത്യമായി അവർ സംസ്ഥാന സർക്കാരിന് കൊടുക്കുമ്പോൾ അത് അവർ CITUക്കാർ കാശെടുക്കുക എന്ന് പറയുന്ന പോലെ പോക്കറ്റ് അടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ അതിനെ വരുത്തി വെക്കുന്നത് എന്തുദ്ദേശത്തിലാണ്? ആ ഉദ്ദേശം എന്താണ് എന്നുള്ള ചോദ്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തോടോ രാജ്യത്തെ സർക്കാരിനോടോ ഉള്ള ദേഷ്യമല്ല, ഇത് രാഷ്ട്രീയ ദേഷ്യമാണ്. അതായത് BJP അധികാരത്തിൽ ഇരിക്കുന്നു, BJP സർക്കാർ ഭരിക്കുന്നു. അപ്പോൾ ഏത് തരത്തിലും കേന്ദ്ര സർക്കാരിനെ, കേന്ദ്ര ഗവൺമെൻറ്റിനെ താറടിക്കുക എന്നുള്ള വളരെ സങ്കുചിതമായ ലക്ഷ്യമാണ് ഇത്തരം അച്ചുനിരത്തലിലൂടെ നമ്മൾ കാണുന്നത്. അത് മാത്രമാണ് ഇന്നിവിടെ പറയാനുള്ളത്. ഇത് എത്രത്തോളം ശരിയാണ് എന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കണം. 1959 മെയ് 2 തിരുവനന്തപുരത്ത് പത്രാധിപന്മാരുടെ ഒരു സമ്മേളനം നടന്നിട്ടുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട്, അന്ന് അദ്ദേഹം ആ സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞത്, ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ രാജ്യം ഭരിക്കുന്നത്, ഈ സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് ബോധ്യമാകാൻ, അത് സ്വയം അംഗീകരിക്കാൻ ചില പത്രാധിപന്മാരും ചില പത്രസ്ഥാപനങ്ങളും തയ്യാറായിട്ടില്ല എന്നാണ് അദ്ദേഹം 1959 പറഞ്ഞത്. ഇന്ന് BJP സർക്കാർ നേരിടുന്നതും ഏതാണ്ട് ഇതേ വിഷയമാണ്. BJP എങ്ങനെ രാജ്യം ഭരിക്കും, അല്ലെങ്കിൽ BJP ആണ് രാജ്യം ഭരിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം ഇതുവരെ ഉൾക്കൊള്ളാൻ ഇവർ പലരും തയ്യാറായിട്ടില്ല. BJP അല്ലല്ലോ രാജ്യം ഭരിക്കേണ്ടത്. BJPക്ക് എങ്ങനെ രാജ്യം ഭരിക്കാൻ അർഹത? അത് ചെയ്യേണ്ടവർ മറ്റവരാണല്ലോ, അവരല്ലേ അതിനായി പഠിച്ചു വളർന്നവർ എന്നുള്ള ഒരു മട്ട്. ആ കാര്യമാണ്, അല്ലെങ്കിൽ ആ ഒരു വികാരമാണ് ഇത്തരം തെറ്റായ റിപ്പോർട്ടിങ്, ഇത്തരം തെറ്റായ പ്രവണതകൾക്കൊക്കെ പിന്നിലുള്ളത് ചേതോവികാരമെന്ന് പറയാതെ വയ്യ. പക്ഷപാതത്തെ ഒരു ചെറിയ ഇല കൊണ്ട് പോലും മറയ്ക്കാത്ത രീതിയിലുള്ള വൃത്തികെട്ട റിപ്പോർട്ടിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അതിലെ 1-2 ഉദാഹരണങ്ങൾ മാത്രമാണ് ചൂണ്ടിക്കാട്ടിയത്. രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചോട്ടെ, പ്രിയങ്ക ഗാന്ധി വാരി ഇലക്കിക്കോട്ടെ, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് രാജ്യത്തെ ഡിഫൻസ് ഫോഴ്സിനെ, പ്രതിരോധ സേനയെ കളിയാക്കുന്ന, അല്ലെങ്കിൽ അവരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ, രാജ്യത്തിൻ്റെ അഖണ്ഡതയെ നിയമവിരുദ്ധമായ രീതിയിൽ അവതരിപ്പിക്കുന്ന രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. നമസ്കാരം.